ബിലീവേഴ്സ് ചർച്ച്, വിജയഗിരി പബ്ലിക് സ്കൂൾ, അണ്ണലൂർ PO, അഷ്ടമിച്ചിറ, ചാലക്കുടി. കേരളത്തിൽ BJP അക്കൗണ്ട് തുറന്നത് CPM ഡീലിന്റെ ഭാഗമായെന്ന് UDF കൺവീനർ MM ഹസൻ. തൃശൂരിൽ BJPക്ക് വിജയമൊരുക്കിയത് മുഖ്യമന്ത്രി. യുവാവിന്റെ ഉമിനീർ ഗ്രന്ഥിയിൽ നിന്നും 4 സെന്റിമീറ്റർ നീളമുള്ള കല്ല് ഡോക്ടർമാർ നീക്കം ചെയ്തു. 1.5 മണിക്കൂറോളം സമയം നീണ്ട ശസ്ത്രക്രിയയിലൂടെയാണ് കല്ല് നീക്കം ചെയ്തത്. കഴിഞ്ഞ മാസം അവസാനം പെയ്ത കനത്ത മഴയിൽ കൊച്ചി നഗരത്തെ മുക്കിയത് മേഘവിസ്ഫോടനം തന്നെയെന്ന് സ്ഥിരീകരിച്ച് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. കളമശ്ശേരിയിലെ മഴ മാപിനിയിൽ രേഖപ്പെടുത്തിയത് 100 മില്ലിമീറ്റർ മഴ. നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകൾ നോക്കാം. കേരളത്തിൽ BJP അക്കൗണ്ട് തുറന്നത് CPM ഡീലിന്റെ ഭാഗമായെന്ന് UDF കൺവീനർ MM ഹസൻ. തൃശൂരിൽ BJPക്ക് വിജയമൊരുക്കിയത് മുഖ്യമന്ത്രിയാണ്. പല മണ്ഡലങ്ങളിലും CPMൽ നിന്നാണ് BJPയിലേക്ക് വോട്ടുകൾ ചോർന്നതെന്നും MM ഹസൻ തൃശൂരിൽ പറഞ്ഞു. ഈ തൃശൂർ പാർലമെന്റ് മണ്ഡലത്തിൽ ഇത്തവണ BJP വിജയിച്ചു എന്ന് പറയുന്നതിനേക്കാൾ നല്ലത് ഒരു സ്വർണ്ണ താലത്തിൽ വെച്ച് BJPക്ക് ഒരു പാർലമെന്റ് മെമ്പർ സ്ഥാനം പിണറായി വിജയനും മാർക്സിസ്റ്റ് പാർട്ടിയും സമ്മാനിച്ചു എന്നുള്ളതാണ്. BJP CPM അന്തർധാരയെന്ന് ഞങ്ങൾ തെരഞ്ഞെടുപ്പ് പ്രചരണം തുടങ്ങിയ കാലം മുതൽ മറുപടി പറഞ്ഞു. അതിന് CPMന്റെ ഭാഗത്ത് നിന്ന്, മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് തൃപ്തികരമായ ഒരു മറുപടി എന്നാ ഉണ്ടായത് വോട്ടെടുപ്പിന്റെ ദിവസം. ഈ തൃശൂർ 2 അക്കം എന്ന മോഡി ആവർത്തിച്ച് പറഞ്ഞതിന്റെ പിന്നിലുള്ളത് BJP CPM ഡീലാണ്. യുവാവിന്റെ ഉമിനീർ ഗ്രന്ഥിയിൽ നിന്നും 4 സെന്റിമീറ്റർ നീളമുള്ള കല്ല് ഡോക്ടർമാർ നീക്കം ചെയ്തു. 1.5 മണിക്കൂറോളം സമയം നീണ്ട ശസ്ത്രക്രിയയിലൂടെയാണ് 4 സെന്റിമീറ്റർ നീളവും 2 സെന്റിമീറ്റർ വീതിയുമുള്ള കല്ല് നീക്കം ചെയ്തത്. കൊടുങ്ങല്ലൂർ താലൂക്ക് ഗവൺമെന്റ് ആശുപത്രിയിലെ ENT സർജൻ ഡോക്ടർ അസീനയുടെ നേതൃത്വത്തിലാണ് ശസ്ത്രക്രിയ നടത്തിയത്. വായിൽ വേദനയും പഴുപ്പും അനുഭവപ്പെട്ടതിനെ തുടർന്നാണ് 46 വയസ്സുകാരൻ താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടിയത്. തുടർന്ന് നടത്തിയ പരിശോധനയിൽ ഉമിനീർ ഗ്രന്ഥിയിൽ കല്ല് കണ്ടെത്തുകയായിരുന്നു. 1.5 മണിക്കൂറോളം സമയം നീണ്ട ശസ്ത്രക്രിയയിലൂടെയാണ് 4 സെന്റിമീറ്റർ നീളവും 2 സെന്റിമീറ്റർ വീതിയുമുള്ള കല്ല് നീക്കം ചെയ്തത്. ഡോക്ടർമാരായ KJ ജീന, ദിവ്യ ഗോപിനാഥൻ, അനസ്തേഷ്യ ഡോക്ടർമാരായ VA ശ്യാംകുമാർ, ഡോക്ടർ റഷീദ്, സീനിയർ നഴ്സിംഗ് ഓഫീസർ V ദീപ, നഴ്സിംഗ് ഓഫീസർ സോണിയ മേരി, MA അഞ്ജുമോൾ, പ്രീത ജോൺ എന്നിവരും ശസ്ത്രക്രിയ നടത്തിയ സംഘത്തിൽ ഉണ്ടായിരുന്നു. മീഡിയ ടൈം, കൊടുങ്ങല്ലൂർ. കഴിഞ്ഞ മാസം അവസാനം പെയ്ത കനത്ത മഴയിൽ കൊച്ചി നഗരത്തെ മുക്കിയത് മേഘവിസ്ഫോടനം തന്നെയെന്ന് സ്ഥിരീകരിച്ച് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. കളമശ്ശേരിയിലെ മഴ മാപിനിയിൽ അന്ന് 1 മണിക്കൂറിൽ രേഖപ്പെടുത്തിയത് 100 മില്ലിമീറ്റർ മഴയായിരുന്നു. 28-നായിരുന്നു കൊച്ചി നഗരത്തിൽ ശക്തമായ മഴയും അതിനെ തുടർന്ന് വെള്ളക്കെട്ടും രൂപപ്പെട്ടത്. കൊച്ചിയിലുണ്ടായത് മേഘവിസ്ഫോടനമെന്ന് കുസാറ്റ് ശാസ്ത്രജ്ഞന്മാർ അന്ന് വ്യക്തമാക്കിയിരുന്നു. എന്നാൽ അതിനുശേഷമാണ് ഇത് സ്ഥിരീകരിച്ചുകൊണ്ട് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം എത്തുന്നത്. കേരളത്തിൽ റിപ്പോർട്ട് ചെയ്ത 2ാമത്തെ മേഘവിസ്ഫോടനമാണ് ഇത്. പെരുമഴയിൽ കൊച്ചിയിൽ കനത്ത വെള്ളക്കെട്ടുണ്ടായിരുന്നു. കൊച്ചി നഗരസഭ മേഖലയിലും തൃക്കാക്കര, കളമശ്ശേരി, തൃപ്പൂണിത്തറ മുനിസിപ്പാലിറ്റികളിലുള്ളവരെയുമാണ് ഏറെ ബാധിച്ചത്. എറണാകുളം ബൈപ്പാസിലടക്കം ഗതാഗതക്കുരുക്ക് രൂക്ഷമാവുകയും നഗരത്തോട് ചേർന്ന് താഴ്ന്ന മേഖലകളിലെ വീടുകളിൽ വെള്ളം കയറുകയും ചെയ്തിരുന്നു. മീഡിയ ടൈം, കൊച്ചി. ക്യാൻസർ രോഗബാധിതർക്കായി തന്റെ മുടി ദാനം ചെയ്യാൻ ഒരുങ്ങുകയാണ് ഷെയ്ഖ് സലീം ഖാൻ എന്ന 4 വയസ്സുകാരൻ. കുരുന്നുപ്രായത്തിൽ ക്യാൻസറിനെ കുറിച്ച് അറിയില്ലെങ്കിലും ബാപ്പയുടെയും ഉമ്മയുടെയും ആഗ്രഹം നടത്തിക്കൊടുക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഈ UKG-കാരൻ. മതിലകം പുന്നയ്ക്ക ബസാർ സ്വദേശി ഷിജാസ് രഹന ദമ്പതികളുടെ 3 മക്കളിൽ 2ാമനാണ് മതിലകം പുതിയകാവ് പാപ്പിനിവട്ടം AMUP സ്കൂളിലെ വിദ്യാർത്ഥിയായ ഷെയ്ഖ് സലീം ഖാൻ. സലീം ഖാന് 1 വയസ്സുള്ളപ്പോഴാണ് ക്യാൻസർ ബാധിതർക്ക് വേണ്ടി മുടി ദാനം ചെയ്യണമെന്ന ആഗ്രഹം മാതാപിതാക്കൾക്കുണ്ടായത്. അതോടെ മകന്റെ മുടി നീട്ടി വളർത്തുകയായിരുന്നു. LKGയിൽ പഠിക്കുമ്പോൾ മുടിക്ക് അധികം നീളമുണ്ടായിരുന്നില്ലെങ്കിലും കെട്ടിവെച്ചായിരുന്നു സ്കൂളിൽ പോയിരുന്നത്. സലീം ഖാൻ മുടി ദാനം ചെയ്യാൻ തയ്യാറെടുത്തതോടെ ക്ലാസ് അധ്യാപികയായ അഞ്ജനയും തൃശൂർ അമല ആശുപത്രിയിലെ ക്യാൻസർ ബാധിതർക്ക് മുടി നൽകാനുള്ള തീരുമാനമെടുത്തു കഴിഞ്ഞു. ജൂൺ 13-ന് അമല ആശുപത്രിയിൽ നടക്കുന്ന കേശദാനം സ്നേഹദാനം പരിപാടിയിൽ വെച്ച്
ഇരുവരും മുടി ദാനം ചെയ്യും. ബ്ലഡ് ഈസ് റെഡ് എന്ന രക്തദാന സംഘടനയുടെ സ്ഥാപകനായ അസീസ് കല്ലുംപുറത്തിന്റെ നേതൃത്വത്തിൽ ജില്ലയിലെ വിവിധയിടങ്ങളിൽ നിന്നായി വിദ്യാർത്ഥികൾ ഉൾപ്പെടെ 25 പേരാണ് അന്നേ ദിവസം മുടി ദാനം ചെയ്യുന്നത്. ഇതിൽ ഏറ്റവും പ്രായം കുറഞ്ഞ ദാതാവാണ് ഷെയ്ഖ് സലീം ഖാൻ. നമ്മൾ മുടി എന്താ ചെയ്യാൻ പോണേ? വെട്ടിയിട്ട് കുട്ടിക്ക് കൊടുക്കും അല്ലേ? വയ്യാത്ത മോൻ്റെ മുടി എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് നമ്മൾ ഒരു വയസ്സിലാണ് ലാസ്റ്റ് വെട്ടിയത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നല്ല ഗ്രോത്ത് കണ്ടപ്പോൾ ആണ് നമുക്കിങ്ങനെ കൊടുത്താലോ എന്നുള്ളൊരു ചിന്ത ഉണ്ടായത്. അപ്പോൾ ഇങ്ങനെ വയ്യാത്തവർക്ക് കൊടുക്കാം, ഡൊണേറ്റ് ചെയ്യാം എന്നുള്ളൊരാഗ്രഹം ഉണ്ടായി. പിന്നെ വെട്ടിയില്ല. 1-2 തവണ ഒക്കെ ഷേപ്പ് ചെയ്ത് നിർത്തി, താഴത്തെ ഭാഗം മാത്രം ഒന്ന് കറക്റ്റ് ചെയ്ത് നിർത്തി, അല്ലാതെ പിന്നെ വെട്ടി കളഞ്ഞിട്ടില്ല. സ്കൂളിൽ ഇപ്പോൾ 4 വയസ്സാണ്, LKG പോയിരുന്നപ്പോൾ കുട്ടികളൊക്കെ കുറേ കളിയാക്കിയിരുന്നൊക്കെ പറയും വന്നിട്ട്, പെൺകുട്ടികളല്ലേ മുടി വളർത്താം, നീ എന്താ മുടി വളർത്തണം അങ്ങനെയൊക്കെ ചോദിച്ചിട്ട് ഒരുപാട് പറയുമായിരുന്നു. പക്ഷേ നമ്മൾ വെട്ടിയൊന്നുമില്ല, അങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്ത് പോയി. സ്കൂളിൽ പോകുമ്പോൾ കറക്റ്റ് ചെയ്ത് നല്ല ഉണ്ടയാക്കി ഇങ്ങനെ കെട്ടി കൊടുക്കും ഡെയിലി. പിന്നെ അത് വൈകുന്നേരം വരെ കുഴപ്പമൊന്നുമില്ല, അങ്ങനെ തന്നെ ഇരിക്കും. പിന്നെ ഈവനിങ് വരുമ്പോൾ മുടി അഴിച്ചിടും. അപ്പോൾ ഇടയ്ക്കിട്ട് 1-2 തവണ ഫസ്റ്റൊക്കെ ചോദിച്ചിട്ടുണ്ട്, നീ എല്ലാവരെ പോലെ മുടി വെട്ടില്ലേന്ന്. പിന്നെ അവനക്ക് തന്നെ അത് മനസ്സിലായി, ഇങ്ങനെ മുടി നമുക്ക് കൊടുക്കാനാണ്. ഇപ്പം അറിയാം. ഇപ്പോൾ UKG-യിലായപ്പോൾ, ഇപ്പോൾ ഞാനിവിടെ പുതിയകാവ് സ്കൂളിലെ ടീച്ചറാണ്. അപ്പോൾ ഇവൻ കൊടുക്കുമെന്ന് പറഞ്ഞപ്പോൾ ഇപ്പോൾ ക്ലാസ് ടീച്ചറും അഞ്ജന മിസ്സും ഇവൻ്റെ ഒപ്പം കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് അമലയിൽ വെച്ചിട്ട്. മീഡിയ ടൈം, കൊടുങ്ങല്ലൂർ. ഇനി നാട്ടിൽ നടന്നത്. പൊയ്യ പൂപ്പത്തി ക്ഷീരോത്പാദക സഹകരണ സംഘത്തിൽ മിൽക്ക് ATM-ന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് സെമിനാർ സംഘടിപ്പിച്ചു. VR സുനിൽകുമാർ MLA-യുടെ സ്പെഷ്യൽ ഡെവലപ്മെന്റ് ഫണ്ടിൽ നിന്നും അനുവദിച്ച 2,75,648 രൂപ ഉപയോഗിച്ചാണ് മിൽക്ക് ATM വാങ്ങിയത്. ഉദ്ഘാടനത്തിന് മുന്നോടിയായി നടന്ന സെമിനാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഡെയ്സി തോമസ് ഉദ്ഘാടനം ചെയ്തു. ക്ഷീരസംഘം പ്രസിഡന്റ് PS രാജീവ് അധ്യക്ഷത വഹിച്ചു. തൃശൂർ ക്ഷീരവികസന വകുപ്പ് ഗുണ നിയന്ത്രണ ഓഫീസർ PM രാധിക ശുദ്ധമായ പശുവിൻ പാലിന്റെ ഗുണമേന്മ എന്ന വിഷയത്തിൽ സെമിനാർ നയിച്ചു. സോളിഡ്സ് നോട്ട് ഫാറ്റ്, ഫാറ്റ് അല്ലാത്ത സോളിഡ്സ്, സിമ്പിൾ SNF, സോളിഡ്സ് നോട്ട് ഫാറ്റ്. അപ്പോൾ ഇത് ഇങ്ങനെയാണ് അതിൻ്റെ ഒരു ഡിവിഷൻ വരുന്നത്. അപ്പോൾ ഇങ്ങനെ പറയുമ്പോൾ നമുക്ക് പാലിൻ്റെ കംപ്ലീറ്റ് കോമ്പോസിഷനായി എന്താ 87% വെള്ളവും 13% സോളിഡ്സും, അതിൽ തന്നെ സ്പ്ലിറ്റ് ആയിട്ട് നമ്മൾ പറയുന്നു ഫാറ്റും SNF. ഫാറ്റും SNF വേരി ചെയ്യും, അതിന് കുറേ കാരണങ്ങളുണ്ട്, അതൊന്നും നിങ്ങളെ ബാധിക്കുന്ന കേസല്ല. പിന്നെ നമ്മൾ പാക്കറ്റ് പാല് വാങ്ങുന്നവർ ശ്രദ്ധിച്ച് കാണും, കുറേ കളർ പാക്കറ്റൊക്കെ മിൽമയുടെ കണ്ടിട്ടില്ലേ? ഉണ്ടോ? ഏതൊക്കെ കളർ കണ്ടിട്ടുണ്ട്? ഓറഞ്ച്, ഗ്രീൻ, ബ്ലൂ, വൈറ്റ്. വൈറ്റ് കളർ കോഡല്ല, ഇതൊക്കെയാണ് കളർ കോഡ്. ഏതാ? യെല്ലോ, ഓറഞ്ച്, ബ്ലൂ, ഗ്രീൻ. ഓക്കെ, നമ്മുടെ ലേസിന്റെ പാക്കറ്റ് ഒക്കെ കണ്ടിട്ടില്ലേ? യെല്ലോ ഏതാ ഫ്ലേവർ? വാർഡ് മെമ്പർ സുനില അനിൽ, CN സുധാർജുനൻ, മാള ക്ഷീരവികസന യൂണിറ്റ് DFI C നിഷ, വ്യാപാരി വ്യവസായ ഏകോപന സമിതി പൂപ്പത്തി യൂണിറ്റ് പ്രസിഡന്റ് സബ്കാർ പരമേശ്വരൻ, സിജി ജയ എന്നിവർ സംസാരിച്ചു. തൃശൂരിലെ കോൺഗ്രസിൽ പോസ്റ്റർ യുദ്ധത്തിന് പിന്നാലെ ഒറ്റയാൾ പ്രതിഷേധം. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിന് മുന്നിലായിരുന്നു പ്രതിഷേധം. നാട്ടിക സ്വദേശി ഇസ്മായിൽ അറക്കലാണ് പ്രതിഷേധിച്ചത്. TN പ്രതാപനും ജോസ് വള്ളൂരും രാജിവെക്കണമെന്നെഴുതിയ പ്ലക്കാർഡ് കയ്യിലേന്തിയായിരുന്നു പ്രതിഷേധം. SSLC, +2, VHSC പരീക്ഷകളിൽ എല്ലാ വിഷയങ്ങൾക്കും A+ നേടിയ വിദ്യാർത്ഥികളെ തൃശൂർ ജില്ലാ പഞ്ചായത്ത് ആചരിക്കുന്നു. മാള ഉപജില്ലാതല കുട്ടികൾക്കുള്ള ആദരം ജൂൺ 9 ഞായറാഴ്ച നടത്തുമെന്ന് സംഘാടക സമിതി മാളയിൽ പത്രസമ്മേളനത്തിൽ അറിയിച്ചു. മാള കാർമൽ കോളേജ് ഓഡിറ്റോറിയത്തിൽ രാവിലെ 10 മണിക്ക് VR സുനിൽകുമാർ MLA ആദരവ് സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. മാള ഉപജില്ലയിലെ 100% വിജയം നേടിയ സ്കൂളുകൾക്കും ആദരവ് നൽകും. മാളയിൽ നടന്ന പത്രസമ്മേളനത്തിൽ ജില്ലാ പഞ്ചായത്ത് അംഗം ശോഭന ഗോകുൽനാഥ്, മാള ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ബാബു, AO മഞ്ജു എന്നിവർ പങ്കെടുത്തു.
അന്നമനട മർച്ചന്റ് അസോസിയേഷൻ വാർഷിക പൊതുയോഗവും ഭരണസമിതി തെരഞ്ഞെടുപ്പും നടന്നു. ജില്ലാ ജനറൽ സെക്രട്ടറി PR വിനോദ് കുമാർ ഉദ്ഘാടനം ചെയ്തു. നൌഷാദ് ചെമ്പലക്കാട് അധ്യക്ഷത വഹിച്ചു. VO ഡേവിസ്, PK നന്ദൻ മേനോൻ, KT ഡേവിസ്, ജോയ് മൂത്തേടൻ, KA നജാഹ്, KJ ജോമോൻ, ജിൻസി ഡേവിസ്, KU അനീഫ് എന്നിവർ സംസാരിച്ചു. പഴൂക്കര മോഡേൺ കുന്ന് അംഗൻവാടിയിൽ പ്രവേശനോത്സവം നടന്നു. മാള ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ബിന്ദു ബാബു ഉദ്ഘാടനം ചെയ്തു. അംഗൻവാടി ടീച്ചർ മതി ഇന്ദിര, PT റപ്പായ്, PK വിശ്വംഭരൻ, PB രാജീവ്, സ്മിത ഫ്രാൻസിസ്, ലീല സുബ്രൻ, സുബി വത്സൻ തുടങ്ങിയവർ സംസാരിച്ചു. സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ കനത്ത മഴയ്ക്ക് സാധ്യത. ഞായറാഴ്ച വരെ മഴ തുടരുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. മലപ്പുറം, വയനാട് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. ആലപ്പുഴ, എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട്, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇടിമിന്നലോട് കൂടിയ മഴ പെയ്തേക്കുമെന്നാണ് മുന്നറിയിപ്പ്. AIYF കയ്പമംഗലം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആല LP സ്കൂളിൽ മുഴുവൻ വിദ്യാർത്ഥികൾക്കും പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. മണ്ഡലം സെക്രട്ടറി TP രഘുനാഥ് പഠനോപകരണങ്ങളുടെ വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു. മണ്ഡലം പ്രസിഡന്റ് സഖാവ് KM അനൂഖ് അധ്യക്ഷത വഹിച്ചു. ഷിഹാബ് കാവുങ്ങൽ, ലോക്കൽ സെക്രട്ടറി സതീഷ്, റിനാസ് റാഫി, ദിവ്യ അനീഷ്, അൻവർ ഷരീഫ്, ഷഫീർ മാടവന, അംബരീഷ്, ബിനോയ് തുടങ്ങിയവർ സംസാരിച്ചു. ഏഴിക്കര പള്ളിയാക്കൽ സഹകരണ ബാങ്ക് സ്വാശ്രയ ഗ്രൂപ്പുകളുടെ 24ാം വാർഷിക സമ്മേളനം ആരംഭിച്ചു. സംയുക്ത വാർഷിക സമ്മേളനം പറവൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കമല സദാനന്ദൻ നിർവഹിച്ചു. ബാങ്ക് പ്രസിഡന്റ് AC ഷാൻ അധ്യക്ഷനായി. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KS സനീഷ് കുമാർ, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ജെൻസി തോമസ്, പഞ്ചായത്ത് മെമ്പർ KD വിൻസെന്റ്, അസിസ്റ്റന്റ് രജിസ്ട്രാർ TM ഷാജിദ, KA ജോസഫ്, MB വർഗീസ്, BB സനിൽ എന്നിവർ സംസാരിച്ചു. കൃഷി സഹകരണ സ്വാശ്രയ സഹായ ഗ്രൂപ്പുകളുടെ സംയുക്ത സമ്മേളനമാണ് ഇന്ന് നടന്നത്. മുട്ടക്കോഴി, താറാവ് ഗ്രൂപ്പുകളുടെയും ക്ഷീര കർഷക ഗ്രൂപ്പുകളുടെയും സമ്മേളനം വെള്ളിയാഴ്ച നടക്കും. KKTM ഗവൺമെന്റ് കോളേജ് വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും പൊതുജനങ്ങൾക്കുമായി 4 വർഷ ബിരുദ കോഴ്സിനെ കുറിച്ചുള്ള സംശയ നിവാരണ ക്ലാസ് സംഘടിപ്പിച്ചു. അഡ്വക്കേറ്റ് BR സുനിൽകുമാർ MLA ഉദ്ഘാടനം ചെയ്തു. മുസിരീസ് കൺവെൻഷൻ സെന്ററിൽ നടന്ന പരിപാടിയിൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ TK ബിന്ദു ശർമിള അധ്യക്ഷത വഹിച്ചു. എറണാകുളം മഹാരാജാസ് കോളേജ് കെമിസ്ട്രി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ ജൂലി ചന്ദ്ര CS വിഷയാവതരണം നടത്തി. വൈസ് പ്രിൻസിപ്പൽ G ഉഷാകുമാരി, വാർഡ് കൗൺസിലർ വിനയചന്ദ്രൻ, PTA വൈസ് പ്രസിഡന്റ് സുനിൽ ദത്ത് എന്നിവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ബിലീവേഴ്സ് ചർച്ച് വിജയഗിരി പബ്ലിക് സ്കൂൾ, അണ്ണലൂർ PO, അഷ്ടമിച്ചിറ, ചാലക്കുടി. കേരളത്തിൽ BJP അക്കൗണ്ട് തുറന്നത് CPM ഡീലിന്റെ ഭാഗമായെന്ന് UDF കൺവീനർ MM ഹസൻ. തൃശൂരിൽ BJPക്ക് വിജയമൊരുക്കിയത് മുഖ്യമന്ത്രി. യുവാവിന്റെ ഉമിനീർ ഗ്രന്ഥിയിൽ നിന്നും 4 സെന്റിമീറ്റർ നീളമുള്ള കല്ല് ഡോക്ടർമാർ നീക്കം ചെയ്തു. 1.5 മണിക്കൂറോളം സമയം നീണ്ട ശസ്ത്രക്രിയയിലൂടെയാണ് കല്ല് നീക്കം ചെയ്തത്. കഴിഞ്ഞ മാസം അവസാനം പെയ്ത കനത്ത മഴയിൽ കൊച്ചി നഗരത്തെ മുക്കിയത് മേഘവിസ്ഫോടനം തന്നെയെന്ന് സ്ഥിരീകരിച്ച് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. കളമശ്ശേരിയിലെ മഴ മാപിനിയിൽ രേഖപ്പെടുത്തിയത് 100 മില്ലിമീറ്റർ മഴ. ഇതോടെ ന്യൂസ് റൗണ്ടപ്പ് സമാപിച്ചു. നമസ്കാരം.